ഹായ് ഗായ്സ്. അപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞുതരാം. വാക്സിൻ സ്ട്രിപ്സും അതുപോലെ തന്നെ ബോഡി ഷേവറും നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാനേ പാടില്ല. പ്രത്യേകിച്ച് ബോഡി റൈസർ യൂസ് ചെയ്യാനേ പാടില്ല നമ്മുടെ ഫേസിൽ. വാക്സിൻ സ്ട്രിപ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ആക്നീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതും കഴിവതും ഒഴിവാക്കുക. ഇതുപോലുള്ള ഫേഷ്യൽ റേസർ വാങ്ങിക്കാൻ കിട്ടും, അത് മാത്രം യൂസ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ ഫേസിലെ ഹെയർസ് തിന്നാണ്, ഇതിൻ്റെ ബ്ലേഡും തിന്നാണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുമ്പം ഹെയറിൽ തിക്കായിട്ട് റീഗ്രോത്ത് ചെയ്യൂല. പിന്നെ നമ്മൾ ഷേവ് ചെയ്യുന്നതിന് മുന്നേ ഒരു ബേസായിട്ട് സ്കിൻ ഇറിറ്റേറ്റഡ് ആവാണ്ടിരിക്കാൻ അലോവേറ ജെല്ലോ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഇതുപോലെ 45 ഡിഗ്രി ആംഗിളിൽ ബ്ലേഡ് പിടിച്ചിട്ട് വേണം ഷേവ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കിന്ന് നല്ലോണം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് താഴോട്ടേക്ക് മാത്രമായിട്ട് ഷേവ് ചെയ്യുക. താഴോട്ടും മേലോട്ടേക്കും ഒരേപോലെ ഇട്ടുരച്ചിട്ട് ഷേവ് ചെയ്യാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫേഷ്യൽ റേസർ മാക്സിമം 2-3 ടൈംസ് മാത്രം യൂസ് ചെയ്യുക. അതിൽ കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യാനേ പാടില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ ഹെയർ തിക്കറായിട്ട് റീഗ്രോത്ത് ചെയ്യും, ബോയ്സിൻ്റെ ഒക്കെ താടി പോലെ ആകും, മീശ പോലെ ആകും എന്നുള്ളത്. അതൊക്കെ വെറും മിത്ത് മാത്രമാണ് ഗൈസ്. അങ്ങനെ ഒരിക്കലും വളരാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ഇനി ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്തോളൂ. അപ്പോൾ ബൈ ഗൈസ്.